സ്വയം മണ്ടത്തരം കാണിച്ചുകൊണ്ട് നെവിൻ ക്വിറ്റായിരിക്കുകയാണ്. ബിഗ് ബോസിനെ വെല്ലുവിളിച്ചുകൊണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അനുമോളെ ഇവിടെ നിർത്തുവാണെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും. അതും ഒരു പ്രാവശ്യമല്ല, പല തവണ ക്യാമറയിൽ നോക്കി ആ ഒരു വർത്തമാനം പറഞ്ഞത് ശുദ്ധ മണ്ടത്തരം തന്നെയാണ്. ഈ നെവിൻ ആരാ അങ്ങനെ പറയാൻ? നെവിൻ ആരാ? എന്ത് തീരുമാനിക്കണം എന്നുള്ള കാര്യം ബിഗ് ബോസ് തീരുമാനിക്കും. എന്താണ് ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ, എന്താണ് അതിനുള്ള ഒരു പരിഹാരം, അത് ബിഗ് ബോസ് തീരുമാനിക്കും, കറക്റ്റായിട്ട് തീരുമാനിക്കും. ഇല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ഇഷ്യൂ അല്ലെങ്കിൽ അത് സ്പോട്ട് എവിക്റ്റ് അല്ലെങ്കിൽ അതുപോലത്തെ സ്പോട്ടിൽ തീരുമാനിക്കേണ്ടതല്ലെങ്കിൽ വീക്കെൻഡിൽ ലാലേട്ടൻ വരുമ്പോൾ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കും. അല്ലാതെ ഇപ്പം തന്നെ എവിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാനില്ല, അത് ശുദ്ധമായ തെമ്മാടിത്തരം എന്ന് പറയാം. ഒരു ബിഗ് ബോസിന് പുല്ലുവില കൽപ്പിക്കുക. ബിഗ് ബോസിനോട് അങ്ങോട്ട് ഓർഡർ ഇടാൻ അത്രയ്ക്ക് വളർന്നിട്ടില്ല നെവിന്, അത്രയ്ക്ക് വളർന്നിട്ടില്ല. എന്തുകൊണ്ടും എനിക്ക് നെവിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. സത്യത്തിൽ ഒരു എൻ്റർടൈനർ തന്നെയായിരുന്നു പുള്ളിക്കാരൻ കുറച്ചൊക്കെ ഫണ്ണി, ആ ഒരു ഇത് നല്ലതായിരുന്നു. പക്ഷെ ഇന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശുദ്ധ അബദ്ധമാണ്. അതുകൊണ്ട് എന്തായി, പുള്ളിക്കാരന് പുറത്ത് പോകേണ്ടി വന്നു. പുറത്ത് പോകണോ വേണ്ടയോ എന്ന് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ, എന്താണ് നിൻ്റെ തീരുമാനം നെവിൻ എന്ന് ചോദിച്ചപ്പോൾ അങ്കലാപ്പിലായി പുള്ളിക്കാരൻ. എന്ത് പറയണം, ഇമോഷൻ്റെ പുറത്ത് പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ആദിലെ നൂറെ നന്നായിട്ട് നെവിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പറഞ്ഞ വാക്കിന് വിലയുള്ളവനാണെങ്കിൽ ഇറങ്ങിപ്പോടോ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർ തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ, ആദിലെയും നൂറേനെയും നെവിൻ തെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ആ ഒരു ടോക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് നെവിൻ പോവണം എന്നുള്ളൊരു വാശിയായിരുന്നു. നൂറയൊക്കെ നന്നായിട്ട് റേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് നൂറ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടത്. എന്തായാലും വാതിൽ തുറന്നു വെച്ചു. ബിഗ് ബോസ് വാതിൽ തുറന്നു കൊടുത്തു. നെവിൻ ഓടി പുറത്തേക്ക് പോയി. ശരത്തൊക്കെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. നെവിൻ പുറത്തേക്ക് പോകുന്നു, വാതിലടയുന്നു. അങ്ങനെ നെവിൻ ഷോയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും നിലവിൽ ഇപ്പോൾ നെവിൻ ഇല്ല.